ഡിസ്ട്രിബ്യൂട്ടർ ഭാഗങ്ങളും പ്രവർത്തനങ്ങളും. 1. ഡിസ്ട്രിബ്യൂട്ടർ ക്യാപ്പ്. ഡിസ്ട്രിബ്യൂട്ടറുടെ ആന്തരിക ഘടകങ്ങളെ ഉൾക്കൊള്ളുന്ന ഒരു കവറാണ് ഡിസ്ട്രിബ്യൂട്ടർ ക്യാപ്പ്. സ്പാർക്ക് പ്ലഗ് വയറുകൾ ബന്ധിപ്പിക്കുന്ന ടെർമിനലുകളുള്ള ഇത് സാധാരണയായി പ്ലാസ്റ്റിക്കോ മറ്റ് ഇൻസുലേറ്റിംഗ് മെറ്റീരിയലുകളോ ഉപയോഗിച്ചാണ് നിർമ്മിക്കുന്നത്. 2. റോട്ടർ. റോട്ടർ ഡിസ്ട്രിബ്യൂട്ടർ ഷാഫ്റ്റിൽ ഘടിപ്പിക്കുകയും ഡിസ്ട്രിബ്യൂട്ടർ ക്യാപ്പിനുള്ളിൽ കറങ്ങുകയും ചെയ്യുന്നു. ഇത് ഇഗ്നിഷൻ കോയിലിൽ നിന്ന് സ്പാർക്ക് പ്ലഗ് വയറുകളിലേക്ക് ഉയർന്ന വോൾട്ടേജ് വൈദ്യുതി കൈമാറുന്നു. ഇത് ഫയറിംഗ് ക്രമത്തിൽ ശരിയായ സ്പാർക്ക് പ്ലഗിലേക്ക് നൽകുന്നു. 3. ക്ലിപ്പ്. ക്ലിപ്പ് ഡിസ്ട്രിബ്യൂട്ടർ ക്യാപ്പ് സുരക്ഷിതമാക്കുന്നു. ഇത് പ്രവർത്തന സമയത്ത് അയഞ്ഞുപോകുന്നത് തടയുന്നു. ഇത് ക്യാപ്പും ഡിസ്ട്രിബ്യൂട്ടർ ഹൗസിംഗും തമ്മിലുള്ള സ്ഥിരമായ ബന്ധം ഉറപ്പാക്കുന്നു. 4. കണ്ടൻസർ. ഇഗ്നിഷൻ സിസ്റ്റത്തിന്റെ ഭാഗമായ കണ്ടൻസർ വൈദ്യുതോർജ്ജം സംഭരിക്കുന്നു. പോയിന്റുകൾ തുറക്കുമ്പോൾ ഇത് ഈ സംഭരിച്ച ഊർജ്ജം പുറത്തുവിടുന്നു. ഇത് സ്പാർക്ക് പ്ലഗുകളിൽ ശക്തമായ സ്പാർക്ക് സൃഷ്ടിക്കാൻ സഹായിക്കുന്നു. 5. ക്യാം. ഇഗ്നിഷൻ പോയിന്റുകൾ തുറക്കുകയും അടയ്ക്കുകയും ചെയ്യുന്ന ഡിസ്ട്രിബ്യൂട്ടർ ഷാഫ്റ്റിലെ ഒരു ലോബ് വീലാണ് ക്യാം. പ്രാഥമിക വൈദ്യുത പ്രവാഹത്തെ തടസ്സപ്പെടുത്തിക്കൊണ്ട് പോയിന്റുകൾ എപ്പോൾ തുറക്കണമെന്ന് നിർണയിച്ചുകൊണ്ട് ഇത് സ്പാർക്ക് സമയത്തെ നിയന്ത്രിക്കുന്നു. 6. ടെർമിനൽ. ഡിസ്ട്രിബ്യൂട്ടർ ക്യാപ്പിലെയും ഇഗ്നിഷൻ കോയിലിലെയും ടെർമിനലുകൾ സ്പാർക്ക് പ്ലഗ് വയറുകളുമായി ബന്ധിപ്പിച്ച് ഓരോ സ്പാർക്ക് പ്ലഗിലേക്കും ശരിയായ ഫയറിംഗ് ക്രമത്തിൽ ഉയർന്ന വോൾട്ടേജ് വൈദ്യുതി വിതരണം ചെയ്യുന്നു. 7. ഷാഫ്റ്റ്. ഡിസ്ട്രിബ്യൂട്ടർ ഷാഫ്റ്റ് ഡിസ്ട്രിബ്യൂട്ടറെ എഞ്ചിന്റെ കാംഷാഫ്റ്റുമായി ബന്ധിപ്പിക്കുന്നു. ഇത് എഞ്ചിനിൽ നിന്ന് റോട്ടറിലേക്ക് റോട്ടറി ചലനം കൈമാറുന്നു. ഇത് ഉയർന്ന വോൾട്ടേജ് വൈദ്യുതി വിതരണം ചെയ്യാൻ അനുവദിക്കുന്നു. 8. ഡ്രൈവ് ഗിയർ. ഡിസ്ട്രിബ്യൂട്ടർ ഷാഫ്റ്റിന്റെ അടിയിലാണ് ഡ്രൈവ് ഗിയർ സ്ഥിതി ചെയ്യുന്നത്. എഞ്ചിൻ കാംഷാഫ്റ്റിൽ ഒരു ഗിയർ ഉപയോഗിച്ച് മെഷ് ചെയ്യുന്നു. ഡിസ്ട്രിബ്യൂട്ടർ ഷാഫ്റ്റ് എഞ്ചിന്റെ പകുതിയോളം വേഗതയിൽ കറങ്ങുന്നുവെന്ന് ഇത് ഉറപ്പാക്കുന്നു. 9. ഡയഫ്രം സ്പ്രിംഗ്. വാക്വം അഡ്വാൻസ് മെക്കാനിസത്തിന്റെ ഭാഗമാണ് ഡയഫ്രം സ്പ്രിംഗ്. ഇത് എഞ്ചിൻ വാക്വം മാറ്റങ്ങളോട് പ്രതികരിക്കുകയും ഒപ്റ്റിമൽ പ്രകടനത്തിനും ഇന്ധനക്ഷമതയ്ക്കുമായി ഇഗ്നിഷൻ സിസ്റ്റത്തിന്റെ സമയം ക്രമീകരിക്കുകയും ചെയ്യുന്നു. 10. വാക്വം അഡ്വാൻസ്ഡ് ഡയഫ്രം. ഡയഫ്രം സ്പ്രിംഗുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന വാക്വം അഡ്വാൻസ്ഡ് ഡയഫ്രം എഞ്ചിൻ വാക്വം മാറ്റങ്ങളോട് പ്രതികരിക്കുന്നു. വ്യത്യസ്ത സാഹചര്യങ്ങളിൽ എഞ്ചിൻ പ്രകടനം ഒപ്റ്റിമൈസ് ചെയ്യുന്നതിന് ഇഗ്നിഷൻ സമയം മുന്നോട്ട് കൊണ്ടുപോകുകയോ മന്ദഗതിയിലാക്കുകയോ ചെയ്യുന്നു. 11. ഇഗ്നിഷൻ പോയിന്റുകൾ. ഡിസ്ട്രിബ്യൂട്ടർ ക്യാം കറങ്ങുമ്പോൾ തുറക്കുകയും അടയ്ക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടം കോണ്ടാക്റ്റുകളാണ് ഇഗ്നിഷൻ പോയിന്റുകൾ. പോയിന്റുകൾ തുറക്കുമ്പോൾ അത് പ്രൈമറി സർക്യൂട്ടിനെ തടസ്സപ്പെടുത്തുകയും ഇഗ്നിഷൻ കോയിൽ സെക്കൻഡറി സർക്യൂട്ടിൽ ഉയർന്ന വോൾട്ടേജ് സ്പാർക്ക് ഉണ്ടാക്കുകയും അത് സ്പാർക്ക് പ്ലഗുകളിലേക്ക് വിതരണം ചെയ്യുകയും ചെയ്യുന്നു.